1957 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയ്ക്കെതിരായി കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദാദേ സാഹിബ്, താണ്ഡവം, ശിക്കാർ തുടങ്ങിയ രചനകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള സുരേഷ് ബാബുവിൻ്റെ രചനയിൽ ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത് ടൊബിനോ തോമസ് നായകനായ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഭൂപരിഷ്കരണ നയത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച കാർഷിക ബില്ല്, വിദ്യാഭ്യാസ ബില്ലുകളോടുള്ള എതിർപ്പ് മൂലമാണ് ഇങ്ങനെ വിമോചന സമരം സംഘടിപ്പിക്കപ്പെട്ടതെങ്കിലും അതിനെ ഹൈജാക്ക് ചെയ്തത് ഭൂമാഫിയ ആണെന്ന രീതിയിലുള്ള അവതരണമാണ് സിനിമയിൽ ഇവിടെ നടത്താൻ വേണ്ടി സംവിധായകനും തിരക്കഥാകൃത്തും ശ്രമിക്കുന്നത്. ഒരു പള്ളിയെയും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമൂഹത്തെയും ഒക്കെ വിശ്വാസികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പള്ളി ചട്ടമ്പിയെ കൊണ്ടുവരുന്നതും ആ ചട്ടമ്പി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് നടത്തുന്ന പോരാട്ടവും ഒക്കെയാണ് സിനിമയുടെ ആദ്യ ഭാഗം. യഥാർത്ഥത്തിൽ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ വാഴയടക്കമുള്ള സിനിമകൾ കത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സംവിധായകൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് സിനിമ തിയേറ്ററിൽ മൂവ് ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല, കാലഘട്ടത്തോട് നീതി പുലർത്തിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട RRM, അതുപോലെ തന്നെ നരിവേട്ട തുടങ്ങിയ സിനിമകളുടെ രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ പോക്കെങ്കിലും അവതരണത്തിലും മറ്റും ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരുവാൻ ഡിജോ ജോസിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മാസ് ആക്ഷൻ ചിത്രം എന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ കഥയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു സംഭവം എന്ന നിലയിൽ മാത്രമേ സിനിമ മുന്നോട്ട് പോകുന്നുള്ളൂ. തീരെ കെട്ടുറപ്പില്ലാത്ത ഒരു തിരക്കഥയിൽ ഒരുക്കിയ സിനിമ പക്ഷേ പ്രേക്ഷകനെ മുഴുവൻ സമയവും പിടിച്ചിരുത്തുന്നതിൽ വലിയ പോരായ്മ സംഭവിക്കുന്നുണ്ട്. ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കുടുംബമടക്കം തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ തിയേറ്ററിൽ ഓടുമ്പോഴാണ് പള്ളിച്ചട്ടമ്പി തിയേറ്ററിലെത്തിരിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിലുള്ള പ്രേക്ഷകരെ പൂർണ്ണമായി ആകർഷിക്കുന്ന രീതിയിലേക്കല്ല സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ജേക്സ് വിജോയുടെ സംഗീതവും സിനിമയുടെ രക്ഷയ്ക്കെത്തുന്നില്ല എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ആകെ മൊത്തത്തിൽ ഏറെ പ്രതീക്ഷയോടുകൂടി തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന സിനിമയാണ് പള്ളിച്ചട്ടമ്പി. വിജയരാഘവനും ബാബുരാജും പുതുമുഖങ്ങളടക്കമുള്ള നിരവധി താരങ്ങളുണ്ട് സിനിമയിൽ. പക്ഷേ അവർക്ക് ആർക്കും കഥാപാത്രങ്ങളോട് നീതി പുലർത്തത്തക്ക വണ്ണത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ള എന്ന കുഴപ്പം കൂടി ഈ സിനിമയ്ക്കുണ്ട്. ആകെ മൊത്തത്തിൽ സിനിമ പ്രേക്ഷകന് ഒരു പുതുമയും സമ്മാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആകെയുള്ള ഒരു ആശ്വാസം സിനിമ 2 മണിക്കൂർ 10 മിനിറ്റിനുള്ളിൽ തീരുന്നു എന്നുള്ളത് മാത്രമാണ്. കാമിയോ റോളിലൂടെ ഒരു അത്ഭുതം പ്രേക്ഷകർക്ക് വേണ്ടി സംവിധായകൻ കാത്തുവെച്ചിട്ടുണ്ടെങ്കിലും അതൊരു നനഞ്ഞ പടക്കമായി മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. കാമിയോ റോളിലെത്തുന്ന വില്ലൻ്റെ ഏച്ചുകെട്ടിയ താടി നാളെ ട്രോളുകൾക്ക് കാരണമായേക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു സിനിമയെ നമുക്ക് വീണ്ടും കാണാം.